ഹൈക്കോടതിയിലെ കൊടിമരത്തിലെ സ്വർണം പൂശിയതിനും അതിലും ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. ശബരിമല കൊടിമരം സ്വർണം പൂശിയത് 2017 അതിനകത്ത് കൊടിമരം സ്വർണം പൂശുന്നതിന് ശബരിമല ഭക്തരിൽ നിന്ന് കളക്ട് ചെയ്തത് 9573 ഗ്രാം. അത്ര സ്വർണം കിട്ടി എന്ന് പറഞ്ഞാൽ 1197 പവൻ കിട്ടി കൊടിമരത്തെ സ്വർണം പൂശാൻ. അതിൽ 9340.200 ഗ്രാം കൊടിമരത്തിൽ സ്വർണം പൂശി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 1167 പവൻ അത്ര സ്വർണം പൂശി. ബാക്കി അന്നേരം ഒരു 30 പവൻ ഉണ്ടായിരുന്നു, അതങ്ങ് താഴെക്കുടത്തിലും പൂശി എന്നാണ് പറയുന്നത്. ഇതിനെതിരായിട്ടാണ്, ഈ പൂശലിനെതിരായിട്ടാണ് ഇപ്പം കേസ് എടുത്തിരിക്കുന്നത്. ആ കേസ് SIT എടുത്തു. ആ കേസ് വിജിലൻസിന് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം അടിയന്തരമായി അതിൻ്റെ റെക്കോർഡുകൾ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. SITയിലും ദേവസ്വം വിജിലൻസിനുമുള്ള ഇത് സംബന്ധിച്ചുള്ള റെക്കോർഡുകൾ വിജിലൻസ് ഡയറക്ടറുടെ മുമ്പിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത്. അതിവേഗം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് മനോജ് എബ്രഹാം തീരുമാനിച്ചിരിക്കുന്നത്. ശബരിമല കൊള്ളയോടൊപ്പമാണ് കൊടിമര കൊള്ളയും കൂടെ നടന്നതെന്ന് നമുക്കറിയാം. അത് വളരെ താമസിച്ചാണെങ്കിലും SIT അതിലൊരു FIR എടുത്തു. ആ FIRൻ്റെ എടുത്തതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകൾ അടിയന്തരമായിട്ട് SITയിൽ ഉള്ളതും ദേവസ്വം വിജിലൻസിലുള്ളതും ഏൽപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് ഒരു തട്ടിപ്പ് നടന്നത് മുൻ അഡ്വക്കേറ്റ് കമ്മീഷണർ ASP കുറുപ്പ് ഗുരുതരമായ ചട്ടലംഘനവും നടത്തിയതായിട്ടാണ് SITയും ദേവസ്വം വിജിലൻസും കണ്ടെത്തിയത്. ആ റിപ്പോർട്ട് ഹൈക്കോടതി കൊടുത്തു. ഹൈക്കോടതി അതനുസരിച്ച് വിജിലൻസ് ഡയറക്ടർക്ക് കേസ് കൈമാറാൻ പറഞ്ഞു കഴിഞ്ഞു. രേഖകൾ സ്വർണം കൈമാറിയവരുടെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തണം, എന്നാൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് കണ്ടെത്തി. SITയും കണ്ടെത്തി, ദേവസ്വം വിജിലൻസും കണ്ടെത്തി. രേഖകളിലെ സ്വർണം വിവരങ്ങൾ എഴുതേണ്ടത് രജിസ്റ്റർ, അതും ഇപ്പം കണ്ടെത്തി കഴിഞ്ഞു. 3A രജിസ്റ്ററിനകത്താണ് ആ വിവരങ്ങൾ ചേർക്കേണ്ടത്. കൊടിമര നിർമ്മാണത്തിൽ ക്രമക്കേടിനകത്ത് സ്വീകരിച്ച സ്വർണങ്ങൾ അവിടെ ദേവസ്വം കമ്മീഷണർ സ്വീകരിക്കണമെന്നായിരുന്നു ഹൈക്കോടതി പറഞ്ഞത്. ആ സ്വർണം യഥാർത്ഥത്തിൽ സ്വീകരിച്ചത് ദേവസ്വം അഡ്വക്കേറ്റ് കമ്മീഷണർ ASP കുറുപ്പാണ് സ്വീകരിച്ചത്. അതിന് വകുപ്പില്ല. കുറുപ്പിനോട് സ്വീകരിക്കാൻ ഹൈക്കോടതി ഒട്ട് പറഞ്ഞുമില്ല. ദേവസ്വം കമ്മീഷണർ ഇത് സ്വീകരിക്കണമെന്നാണ് പറഞ്ഞത്. ഇവിടെയാണ് ഗുരുതരമായ കുറ്റം അഡ്വക്കേറ്റ് കമ്മീഷണർ ASP കുറുപ്പ് ചെയ്തതായിട്ടുള്ള റിപ്പോർട്ട് ദേവസ്വം ബോർഡ് വിജിലൻസും അതുപോലെ SITയും ഹൈക്കോടതിക്ക് കൊടുത്തത്. ഹൈക്കോടതി ഉടൻ ഉത്തരവിട്ടു അത് വിജിലൻസ് ഡയറക്ടർ അത് കൈകാര്യം ചെയ്യണമെന്ന്. അപ്പോൾ ആ കേസിൻ്റെ നടപടിക്രമങ്ങൾ പെട്ടെന്നങ്ങ് മുന്നേറുകയാണ്. സ്വർണം സ്വീകരിച്ച അതിൻ്റെ അവരുടെ വിവരങ്ങൾ കൃത്യമായിട്ട് ദേവസ്വം അഡ്വക്കേറ്റ് കമ്മീഷണർ ASP കുറിപ്പ് രേഖപ്പെടുത്തിയില്ല എന്നാണ് ഇപ്പം വന്നത്. അദ്ദേഹത്തിന് ആ ചുമതലയില്ല, രേഖപ്പെടുത്തേണ്ട ദേവസ്വം കമ്മീഷണറാണ്. പിന്നെ എന്തിന് ഇദ്ദേഹം ചാടിക്കേറിയെടുത്തു? അതിൻ്റെ സ്വർണം പലരും സ്വീകരിച്ചത് അദ്ദേഹമാണ്. ഗുരുതരമായ കുറ്റവിലോപമാണ് അവിടെ. അദ്ദേഹത്തിൻ്റെ അധികാരപരിധി വരുന്നതല്ല. എന്നിട്ടും സ്വർണം കണ്ടു കഴിഞ്ഞപ്പം ആ സ്വർണം സ്വീകരിക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തു, അദ്ദേഹം സ്വീകരിച്ചു. ശബരിമലയിൽ നമുക്കറിയാം സ്വർണം അവിടെ നിന്ന് പലപ്പോഴും പറന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. സ്വർണ്ണക്കൊള്ള നടന്നത് നമുക്കറിയാം. അത് ആരപാലക ശില്പത്തിലും കട്ടളപ്പടിയയിലും അവിടുന്ന് ഇവിടുന്നുമെല്ലാം 7 പാളികളുള്ള സ്വർണം തകിടിൽ 7 പാളികളുണ്ടായിരുന്നു. അതെല്ലാം പറന്നുപോയി. കുറേശ്ശെ എല്ലാവരും തട്ടിക്കൊണ്ട് പോയ ചരിത്രം അറിയാം. അതുകൊണ്ട് ഒരു സ്വർണ്ണം ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തീർച്ചയായിട്ടും അതിൻ്റെ തൂക്കം കുറയുന്നതാണ് നമ്മൾ കാണുന്നത്. തൂക്കം കുറയുന്നതല്ല, മാറ്റും കുറയും. ഇതാണ് ശബരിമലയിൽ നടക്കുന്നത്. അത് കൊടിമരത്തിൻ്റെ കാര്യത്തിലും കൃത്യമായി നടന്നിരിക്കുന്നു എന്നാണ് ഇപ്പം കണ്ടെത്തുന്നത്. ഈ സംഭവം ശബരിമല കൊള്ളയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അഡ്വക്കേറ്റ് കമ്മീഷണർ തന്നെ ഈ തട്ടിപ്പിന് കൂട്ടും. സ്വർണം കണ്ടപ്പം എല്ലാവരും കണ്ണ് മഞ്ചളിക്കും. അത് തന്നെയല്ല,
സ്വർണത്തിൻ്റെ മാറ്റും കുറയും. ഇത് എങ്ങനെയാണ് ഈ തന്ത്രങ്ങൾ നടക്കുന്നതെന്നുള്ള അത് ഗുരുതരമായ ഒരു ആരോപണമല്ലേ? അത് ആരോപണമല്ല, അത് സത്യമാണെന്നും കണ്ടെത്തി കഴിഞ്ഞു. അതുകൊണ്ട് കൊടിമരത്തിലേക്ക് അന്വേഷണം മാറുന്നു. അത് 2017 പക്ഷേ ഇതിനകത്തൊരു കാര്യം നമ്മൾ ആലോചിക്കണം. ആ കൊടിമരം സ്വർണം പൂശാനായിട്ട് 1197 പവൻ ചിലവായി. പിന്നെ മിച്ചം വന്ന 30 പവന് അത് താഴികക്കുടത്തിലും അവിടെ പൂശി അല്ലെങ്കിൽ അവിടെയും പതിപ്പിച്ചു എന്നാണ് വരുന്ന വാർത്തകൾ. പക്ഷേ ഇത്രയും സ്വർണം തട്ടിപ്പ് നടക്കുകയും അതോടൊപ്പം അതിൻ്റെ ചിലവാണ് നമ്മൾ അതിശയപ്പെടുത്തുന്നത്. കൊടിമരം അവിടെ സ്വർണം പൂശിയതിൻ്റെ ചിലവ് 3,21,00,000 ചിലവായെന്നുകൂടെ വന്നിട്ടുണ്ട്. അത്രയും ശബരിമലയിൽ നിന്ന് ചിലവായതാണ് ഈ സ്വർണം പൂശാൻ. സ്വർണം തട്ടിച്ചുകൊണ്ട് പോയത് വേറെ. സ്വർണം പൂശാൻ ഈ കൊടിമരത്തിൽ പൂശാനും അവിടെ താഴികക്കുടത്തിൽ പൂശാനും മറ്റും 3,21,00,000 കൂടെ ചിലവായി. തട്ടിപ്പിൻ്റെ മേഖല എത്രമാത്രം വ്യാപിച്ച് കിടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഏതായാലും മനോജ് എബ്രഹാം രംഗത്ത് വന്നിട്ടുണ്ട്. കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകും. വളരെ ചടുതിയിൽ അത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് അറിയാം. പെട്ടെന്ന് 10, 30, 35, 40, 45 ദിവസത്തിന് അതിൻ്റെ കുറ്റചാർജ് കൊടുക്കുന്നതും ഉത്തമമായിരിക്കും. പക്ഷേ ദേവസ്വം വിജിലൻസും SITയും ഈ അഡ്വക്കേറ്റ് കമ്മീഷണർ ASP കുറുപ്പിൻ്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് കുറുപ്പിനെതിരായിട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതി സമർപ്പിച്ചത്. അതുകൊണ്ടാണ് ഹൈക്കോടതി ഉടൻ ഉത്തരവായി. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തു. ആ FIR മറ്റ് റെക്കോർഡുകൾ ഇപ്പം വിജിലൻസ് ഡയറക്ടർ കൈമാറാനും ഉത്തരവായി.